അറിയാമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്? ഇവിടെ ഇന്നലെ ചേച്ചി അറിഞ്ഞത് ഇവിടെ നാട്ടിലെ ഒരു 10 മണിയോട് കൂടിയാണ്. അപ്പോഴേ പിന്നെ ഞങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അന്ന് ഷാർജയിലുള്ള ഇളയ മകളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അതുല്യ മരിച്ച വിവരം അറിയുന്നത്. ചേച്ചി വർഷങ്ങളായിട്ട് കൊടിയ പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്രയ്ക്ക് രൂക്ഷമാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. വിവാഹത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴേ ശക്തമായ രീതിയിലുള്ള പീഡനങ്ങളും സ്ത്രീധനം കുറഞ്ഞു എന്നുള്ളതിനെ ചൊല്ലിയുള്ള വഴക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ സഹിക്കാൻ വയ്യാതായപ്പോൾ ഇവർ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തു. അതിൻ്റെ കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് 3ാമത്തെ കൗൺസിലോ മറ്റോ ആയപ്പം ഈ സതീഷ് വന്ന് അതിലയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഇനി അങ്ങനെ ആവർത്തിക്കത്തില്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ സതീഷിനോട് നല്ല സ്നേഹമായിരുന്നു. അതിലേക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പം അതങ്ങ് ക്ഷമിക്കുമായിരുന്നു. അതിലയുടെ ഒരു സ്നേഹം അവൻ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. ക്രൂരമായി മർദ്ദിച്ചിട്ട് പിന്നീട് വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഇതിനെ അന്വയിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ശീലമായിരുന്നു അവന്. സ്വന്തം മകൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം സഹിച്ചത്. പലപ്പോഴും മാതാപിതാക്കൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിക്കുമ്പോഴും എൻ്റെ മകൾക്ക് വേണ്ടി ജീവിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ആയിരുന്നു അതുല്യ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അവസാനം മകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നു. ആത്മഹത്യ അല്ല എന്നാണ് എല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞത്. കാരണം അതുല്യ തന്നെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൾ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ആത്മഹത്യ എനിക്ക് കഴിയത്തില്ല, എനിക്ക് എൻ്റെ മകളെ വളർത്തണം, പഠിപ്പിക്കണമെന്നൊക്കെ അതുല്യ പല പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ വിഷമിക്കേണ്ട, ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ഞാൻ ഏതെങ്കിലും രീതിയിൽ മരണപ്പെട്ടാൽ അത് മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്ന് അതുല്യ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുല്യയുടെ വോയിസും ഉണ്ടല്ലോ, ആത്മഹത്യ ചെയ്യാൻ പേടിയാണ്, അതുകൊണ്ടാണ് പിടിച്ച് നിൽക്കുന്ന മകളെ ഓർത്താണെന്നും പറഞ്ഞു. മോള് പൂർണ്ണമായും അറിഞ്ഞിട്ടില്ല. അമ്മ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ടില്ല. ഈ 3 മാസം മുമ്പ് ഇളയ മകളുടെ കൂടെ പോയിരുന്നു, ഷാർജയിലേക്ക് പോയിരുന്നു, ചേച്ചിയും അതുല്യയുടെ മകളും എല്ലാമായിട്ട്. അന്നേരം ചേച്ചി ഇളയ മകളുടെ കൂടെ ആയിരുന്നു താമസം. മകളെ അതുല്യ കൊണ്ടുപോയി. പക്ഷേ 2-3 ദിവസം അവരുടെ കൂടെ നിന്നതിന് ശേഷം കുഞ്ഞ് അമ്മൂമ്മയുടെ കൂടെ തന്നെ തിരിച്ചു പോയിരുന്നു. അവിടെ നിൽക്കാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞു. അതുപോലുള്ള പ്രശ്നങ്ങളായിരുന്നു. സതീശിന് മകളോട് അത്ര സെൻറ്റിമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ്. 2-3 ദിവസം മാത്രമേ നിന്നുള്ളൂ. പിന്നെ തുളസി അമ്മൂമ്മയുടെ കൂടെ നിൽക്കുകയാണെന്നും പറഞ്ഞ് അനിയത്തിയുടെ വീട്ടിലേക്ക്, അതുല്യയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക്, അമ്മൂമ്മയുള്ള വീട്ടിലേക്ക് തന്നെ മകളും തിരിച്ചു പോരുന്നു. ഈ സതീശ് ഒരു സംശയരോഗി കൂടിയാണ്. അന്നേരം അനിയത്തിക്കും ഹസ്ബൻഡിനും ഇടപെടുന്നതിന് അത് മാത്രമല്ല, സതീശ് പുറത്തേക്ക് പോകുന്ന സമയങ്ങളിൽ വെളിയിൽ നിന്ന് റൂം ലോക്ക് ചെയ്തിട്ടായിരുന്നു പോകാറുള്ളത്. അന്നേരം നമുക്ക് വെളിയിൽ നിന്ന് ഒരാൾക്ക് അവിടെ ചെന്ന് കയറാനും പറ്റത്തില്ലായിരുന്നു. ഇവർക്ക് ഇടപെടാനൊരു പരിധി ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും സങ്കടകരം, ഇന്നലെ അതുല്യയുടെ ബർത്ത്ഡേ കൂടിയായിരുന്നു. നമുക്ക് ഇന്നലെ ഒരു ജോലിക്ക് വിടത്തില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ചെറിയൊരു സമ്മതം കൊടുത്തിട്ട് ഇന്നലെ ജോലിക്ക് കയറേണ്ട ദിവസമായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം, ബർത്ത്ഡേ ആണ്, ജോലിക്ക് കയറുന്നു എന്നൊക്കെയുള്ളൊരു സന്തോഷത്തിലായിരുന്നു അതുല്യ. അന്നേരം ഇന്ന് ഈ ജോലിക്ക് കയറുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി അനിയത്തിയുടെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പം അതേ ചൊല്ലിയൊക്കെ വീണ്ടും മർദ്ദനം ഉണ്ടായിരുന്നു എന്നാണ്. ആഹാരമൊക്കെ കഴിച്ചു. അനിയത്തിയോട് സന്തോഷമായിട്ട് കാര്യങ്ങളെല്ലാം ബർത്ത്ഡേക്ക് ഇടാനുള്ള ഫോട്ടോ അനിയത്തിക്ക് ഇട്ട് കൊടുത്തു. ഇത് കൊള്ളാമോ, നല്ല ഫോട്ടോയാണോ എന്നൊക്കെ അതുല്യ അനിയത്തിയും കൂടെ സംസാരിച്ചു. അങ്ങനെ ഇന്നലെ മരിച്ച ദിവസം ഹാപ്പി ആയിരുന്നു. അതിന് ശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം സതീഷ് പ്രശ്നമുണ്ടാക്കി. അന്നേരം അതുകൊണ്ട് ഇത്രയും ഒരു ആത്മഹത്യ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തി ഇത്രയും സന്തോഷകരമായി പെരുമാറത്തില്ലല്ലോ. എന്തെങ്കിലും ഒരു സിംറ്റംസ് ആത്മഹത്യ ചെയ്യില്ല എന്ന് പലതവണ ഉറപ്പിച്ച് പറഞ്ഞതാണ്. അന്നേരം അതുകൊണ്ട് കണ്ടില്ല, ഒരു സൈക്കോ പെരുമാറുന്ന രീതിയിലാണ് സതീശിൻ്റെ പെരുമാറ്റങ്ങൾ. അന്നേരം തീർച്ചയായിട്ടും സതീശ് എന്തെങ്കിലും ചെയ്തതാണെന്നുള്ളതാണ് ബന്ധുക്കളും വീട്ടുകാരും ഞങ്ങൾക്കും ഒക്കെയുള്ള സംശയം. ഇവിടുത്തെ പോലീസ് നടപടികൾ, അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി അവിടെ മലയാളി അസോസിയേഷൻകാരെല്ലാം ശക്തമായിട്ട് അതുല്യയുടെ അനിയത്തി അഖിലയോടൊപ്പം ഉണ്ട്. അവർ അതിന് വേണ്ടുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഇവിടെ ഇപ്പം അതിൻ്റെ പ്രവർത്തകർ വരുന്നുണ്ട്. ഇപ്പം
സാറ് വന്നിട്ട് എന്താ പറഞ്ഞാൽ അദ്ദേഹം ശിവസാറ് പറഞ്ഞത് കൊല്ലത്തിൻ്റെ MP ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രൻ അവറുകൾ എംബസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളുമായിട്ട് സാറ് എല്ലാ നടപടികൾക്കും കൂടെ ഉണ്ടാകും. അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.